ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. സംഭവം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ നല്ല മനോഹരമായിട്ട് എൻ്റെ ഓൺ വോയിസ് കൊടുത്തീനി. എഡിറ്റ് ചെയ്യണതിൻ്റെ സമയത്ത് എന്തോ സംഭവിച്ച് വോയിസ് മ്യൂട്ടായി. അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരികയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വീഡിയോ എന്നുള്ളത്, എങ്ങനെയാണ് നമുക്ക് യൂട്യൂബിൽ വീഡിയോസും അതുപോലെ തന്നെ ഷോർട്സും അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ് ഞാൻ അതിൽ കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് യൂട്യൂബ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അതും വലിയ സംഭവമായിട്ടുള്ള എഡിറ്റിംഗ് ഒന്നുമല്ല. ഞാൻ എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് യൂട്യൂബിൽ ഇടുന്ന വീഡിയോയും ഷോർട്സൊക്കെ പല ആപ്ലിക്കേഷൻസ് മൂലം ആപ്ലിക്കേഷനുകളിൽ എഡിറ്റ് ചെയ്യാം കേട്ടോ. VN, ഇൻഷോട്ട്, അതുപോലെ തന്നെ CapCut. അപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും എന്താ പറയുക സുഖമായിട്ട് തോന്നിയിട്ടുള്ളത്, യൂസ് ചെയ്യാൻ സുഖമായിട്ട് തോന്നിയിട്ടുള്ളത് VN ആണ്. അപ്പോൾ ഞാൻ VNൽ ഞാൻ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നാണ് കാണിച്ചു തരുന്നത്. ഇതുപോലത്തെ 1-2 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൻ്റെ സംബന്ധിച്ചുള്ള. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യൽ VN എന്നുള്ള ആപ്ലിക്കേഷനിലാണ്. നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ കയറാം. VN എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. VN ആണ് കേട്ടോ ഉണ്ടാവുക. ഇത് ബിഗ്നേഴ്സിനും വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. എന്നിട്ട് അവിടെ പ്ലസ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് കുറേ റേഷ്യോ കാണാൻ പറ്റും. ഷോർട്ടാണ് നിങ്ങൾ ഇടണമെങ്കിൽ 9:60 എന്നുള്ള മ്യൂസിക്കിന്റെ ഐക്കണുള്ള അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വോളിയം അപ്ലൈ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചിട്ട് അപ്ലൈ ഓൾ കൊടുത്താൽ ഫുള്ളായിട്ട് വോളിയം കുറയും. അല്ല, ആ സൈഡത്തെ ടിക്ക് മാത്രം കൊടുത്താൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ ഭാഗത്തെ വോളിയം മാത്രം കുറയും. അതുപോലെ തന്നെ VNൽ എഡിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലാസ്റ്റിൽ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് കളറിൽ VN ഉണ്ടാവും. അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് മാറ്റാം. പിന്നെ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇവിടെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാനുള്ള ടെക്സ്റ്റിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, T എന്ന് എഴുതിയിട്ടുള്ള. അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതണമെങ്കിൽ ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഉണ്ട്, ഒച്ച നോക്കണ്ട, എക്സാമ്പിൾ പറഞ്ഞതാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാം. അതുപോലെ തന്നെ അവിടെ ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ളതുണ്ട്. നമുക്ക് ഗാലറിയിൽ നമുക്ക് ഏതെങ്കിലും ഫോട്ടോ വേണമെങ്കിൽ ആ ഫോട്ടോ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ നമുക്ക് ഫോട്ടോസ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സ്റ്റിക്കറുകൾ വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിന്റെയോ യൂട്യൂബിന്റെ ഫേസ്ബുക്കിന്റെ ഒക്കെ ലോഗോ അങ്ങനെ സ്റ്റിക്കേഴ്സ് ഒക്കെ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ അത് ആഡ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇപ്പം അതിലുള്ളത്. പിന്നെ അതുപോലെ സൈഡിൽ ഫിൽറ്റർ ഉണ്ട്. നിങ്ങൾക്ക് ഏത് കളർ കോൺട്രാസ്റ്റ് ആണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. കുറേ വേരിയൻസ് ഉണ്ട് കേട്ടോ. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ ഉള്ളത് ടൈമാണ്. സ്പീഡ് കൂട്ടേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് 2 മിനിറ്റിന്റെ ഒരു വീഡിയോ ആണ് നമ്മളെ കയ്യിൽ ഉണ്ടാവുക. നമുക്ക് ഷോർട്ടായിട്ട് 1 മിനിറ്റ് നമുക്ക് ഷോർട്സ് പറ്റുള്ളൂ. അപ്പം നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ വീഡിയോ 1 മിനിറ്റ് ആക്കി മാറ്റാം. ഞാൻ പൊതുവേ യൂസ് ചെയ്യൽ ഫസ്റ്റത്തേതാണ്, ബാക്കി രണ്ടും ഞാൻ യൂസ് ചെയ്യില്ല. അത് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആക്കുമ്പോഴേക്കും തന്നെ സെറ്റ് ആവും. എന്നിട്ട് അപ്ലൈ ഓൾ കൊടുത്താൽ എല്ലാത്തിനും ആവും. എല്ലാതും അപ്ലൈ ഓൾ കൊടുത്താൽ എല്ലാത്തിനും ആവും. ആ ടിക്ക് മാത്രം കൊടുത്താൽ ഏതാണോ വേണ്ടത് അത് മാത്രമേ പോവുള്ളൂ കേട്ടോ. അങ്ങനെ അത് കഴിയാം. പിന്നെ ഈ കത്രികേന്റെ ചിഹ്നം എടുത്തിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. വേണ്ടാത്ത ഇമേജസ് അല്ലെങ്കിൽ വേണ്ടാത്ത ആ ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. എങ്ങനെയാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ മുതൽ മറ്റേത് വരെ സെലക്ട് ആക്കാം. പിന്നെ സേവ് കൊടുത്ത് അതുപോലെ 1 2 3 4 കാണിച്ചിട്ട് സേവ് ആവും. ഈ സേവ് പ്രോജക്റ്റ് കൊടുത്താൽ ഇത് ഓൾറെഡി ഈ ഒരു VN ആപ്പിലും സേവ് ആയി കിടക്കും. നമ്മളെ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ആയി പോയാലും നമുക്ക് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് അപ് ടു നിങ്ങളാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം. സെയിം മെത്തേഡ് തന്നെയാണ് ലോങ് വീഡിയോയ്ക്കും. ലോങ് വീഡിയോന്റെ ഇത് യൂട്യൂബിന്റെ ആ ഒരു സ്മൈലുള്ള ആ ഒരു റേഷ്യോ ആക്കി മാറ്റുക. അതുപോലെ തന്നെ വോയിസ് എടുത്തിട്ട് ഓൾ കൊടുത്ത് വോയിസ് മൊത്തം കുറയ്ക്കുക. ഞാൻ ഇത്രേ ചെയ്യലുള്ളൂ. പിന്നെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ഏതെങ്കിലും ഇമേജ് ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഈ സൈഡിൽ മ്യൂസിക്കിന്റെ ഒരു സ്മൈലി കാണാം, ഒരു സിമ്പിൾ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കാം. അവിടെയാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 3-4 ഓപ്ഷൻസ് കാണാം. അതിൽ നിങ്ങൾക്ക് വോയിസ് ഓവർ എന്നുള്ളതാവും. ഒന്ന് മ്യൂസിക് ആവും. വോയിസ് ഓവർ കൊടുക്കാം. ഫിൽറ്റർ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ VN എന്നുള്ള ഈ സംഭവം നമുക്ക് കട്ട് ചെയ്തിട്ടാളാൻ പറ്റും. അങ്ങനെ ഫിൽറ്റർ കൊടുത്തിട്ട് വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഗാലറിയിൽ പോയിട്ട് അത് സേവ് ചെയ്യാം. ഗൈസ്, അതിന്റെ ഇടയിൽ കൂടെ ഗാലറിയിലേക്ക് എങ്ങനെയോ ഒന്ന് പോയതാണ്. എന്നിട്ട് ഈ സേവ് എന്നുള്ള സംഭവം മുകളിൽ ഈ നീല കത്തിക്കുന്ന സേവ് എന്നുള്ളത് കൊടുത്താൽ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഫ്ലിപ്പ് ചെയ്യാം. വീഡിയോ എങ്ങോട്ടെങ്കിലും ഒക്കെ ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ അവിടെ ഈ ഫ്ലിപ്പ് എന്നുള്ള സംഭവം ഉണ്ട്. അതുപോലെ തന്നെ റൊട്ടേറ്റ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റൊട്ടേറ്റ് ചെയ്യാം. അത്രയൊക്കെയാണ് ഇതിലുള്ളത് ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും.